നൂൺ ഇൻഫോടെക്കിന്റെ എക്സൽ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്രോസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാക്രോസ് എന്നാൽ എന്ത്, ഒരു മാക്രോ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, റൺ ചെയ്യാം, അതുപോലെ തന്നെ ഡ്രോ ടാബിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, ഒരു ഐക്കൺസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം, അതെങ്ങനെ ബ്രേക്ക് ചെയ്ത് യൂസ് ചെയ്യാം എന്നിവയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം മാക്രോസ് എന്താണെന്ന് പഠിക്കാം. റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കിനെ ഓട്ടോമേറ്റ് ചെയ്യാനാണ് മാക്രോ യൂസ് ചെയ്യുന്നത്. ഇത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് എല്ലാ മാസവും സെയിൽസ് റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ മാസവും ഇത് റിപ്പോർട്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് മാക്രോസ് യൂസ് ചെയ്തിട്ട് അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മാക്രോ റെക്കോർഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വ്യൂവിനകത്ത് മാക്രോ പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ വ്യൂ മാക്രോസ് ഉണ്ട്, റെക്കോർഡ് മാക്രോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് റെക്കോർഡ് മാക്രോസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ മാക്രോൻ്റെ നെയിം കൊടുക്കാം. അപ്പോൾ ഞാൻ ടെസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. അതിനൊരു ഷോർട്ട് കട്ട് കീ സെറ്റ് ചെയ്യാം. അതായത് Ctrl+ ഏതെങ്കിലും ആൽഫബറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാക്രോ റൺ ചെയ്യണ പോലെ. അപ്പോൾ ഞാൻ ഇവിടെ K കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഓപ്ഷൻ ഈ വർക്ക് ബുക്കിലാണോ മാക്രോസ് റൺ വരേണ്ടത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദിസ് വർക്ക് ബുക്ക് തന്നെ കൊടുക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ വന്നിട്ട് ജസ്റ്റ് ടെസ്റ്റിംഗ് എന്ന് കൊടുക്കാം. ഇത് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാക്രോ ഇവിടെ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട വർക്കൊക്കെ ഇവിടെ ചെയ്യാം. അപ്പോൾ നമ്മൾ സെയിൽസ് റിപ്പോർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സെയിൽസ് റിപ്പോർട്ട് എന്ന് കൊടുത്തു. ജസ്റ്റ് നമുക്കത് ഒന്ന് സെലക്ട് ചെയ്തിട്ട് മെർജ് സെൽ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ ഐറ്റം എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്രൈസ്, ക്വാണ്ടിറ്റി, നമുക്ക് 3 കോളം സെറ്റ് ചെയ്തു. ഇനി ഇവിടെ A, B, C, D, E കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്കതൊന്ന് മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. ബ്ലൂ കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഗ്രാൻഡ് ടോട്ടൽ പറഞ്ഞൊരു ഇതും കൊടുക്കാം. ഗ്രാൻഡ് ടോട്ടൽ അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് കോളാക്കുന്ന വലുതാക്കാന്നാണ്. ഇനി ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പ്രൈസിൻ്റെ ടോട്ടലായിരിക്കും. അപ്പോൾ ഈക്വൽ ടു സമ്മ്, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വിടാം, എൻ്റർ കൊടുക്കുക. അതുപോലെ ഇവിടെയും ഈക്വൽ ടു സമ്മ് സെലക്ട് ചെയ്തിട്ട് പ്രസ് ചെയ്തെടുക്കാം, എൻ്റർ അടിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു വെച്ചു. അല്ലെങ്കിൽ ഇതിനൊന്ന് കളർ ചേഞ്ച് കൊടുക്കാം, കളർ കൊടുക്കാം. ഇനി നമ്മുടെ മാക്രോ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ വ്യൂവിൽ പോയിട്ട് മാക്രോ സ്റ്റോപ്പ് റെക്കോർഡിങ് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാക്രോസ് റെക്കോർഡായിട്ടുണ്ട്. ഇനി അത് നമുക്കെങ്ങനെ റൺ ചെയ്യാൻ നോക്കാം. 3 രീതിയിൽ നമുക്ക് മാക്രോസ് റൺ ചെയ്യാം. ഒന്ന് വന്നിട്ട് അപ്പോൾ ഒരു പുതിയ ഷീറ്റിലാണ് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു പുതിയ ഷീറ്റ് എടുത്തു. ഒന്ന് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് റൺ ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ പോയിട്ട് ഞാനൊരു ഷേപ്പ് എന്തെങ്കിലും എടുക്കുന്നുണ്ട്. ഒരു ഓവൽ ഷേപ്പ് എടുക്കാം. ജസ്റ്റ് ഒന്ന് ഇവിടെ ഇതെങ്ങനെ വയ്ക്കാം. ഇതിൻ്റെ ഷേപ്പ് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അസൈൻ മാക്രോ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത മാക്രോ വന്നിട്ടുണ്ട് ടെസ്റ്റിന്, അത് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത ആ ഒരു സെയിൽസ് റിപ്പോർട്ട് ഇവിടെ വരണം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സെയിൽസ് റിപ്പോർട്ട് ഇവിടെ ഒറ്റ ക്ലിക്കിൽ വന്നു. പിന്നെ നമുക്കിവിടെ വാല്യൂസ് മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ ടോട്ടലൊക്കെ മാറുന്നതായിരിക്കും. ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് വാല്യൂസ് കൊടുക്കാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു ഷേപ്പ് വെച്ചിട്ട് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ബട്ടൺസ് വെച്ചിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഡെവലപ്പറിനകത്ത് ഇൻസേർട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ബട്ടൺ ഓപ്ഷൻ ഉണ്ട്.
അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ആ ബട്ടൺ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മാക്രോ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ബട്ടണ് ക്ലിക്ക് ചെയ്തു, നമ്മളൊരു മാക്രോ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് റിപ്പോർട്ട് വരും. ഇത് ഓൾറെഡി ഇതിനകത്ത് സെയിൽസ് റിപ്പോർട്ടുള്ളതുകൊണ്ട് നമുക്ക് വരാത്തത് നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് റിപ്പോർട്ട് അവിടെ വരുന്നതായിരിക്കും. ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ പറയാൻ വന്നത്. അപ്പോൾ അത് വന്നിട്ട് വ്യൂവിൽ പോയിട്ട് മാക്രോസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ മാക്രോസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏത് മാക്രോണ് റൺ ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത സെയിൽസ് റിപ്പോർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 3 രീതിക്കും മാക്രോസ് റൺ ചെയ്യാം. ഒന്ന്, ഒരു ഷേപ്പ് വെച്ചിട്ട് അതിനകത്ത് മാക്രോസ് അസൈൻ ചെയ്ത് റൺ ചെയ്യാം. അതുപോലെ ബട്ടണിനകത്തും മാക്രോസ് അസൈൻ ചെയ്ത് റൺ ചെയ്യാം. പിന്നെ വേറെ ഡയറക്റ്റ് ആയിട്ട് വ്യൂവിൽ പോയിട്ട് മാക്രോ റൺ ചെയ്യാവുന്നതാണ്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രോ ടാബിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ടാബ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിക്ചേഴ്സ് ഒക്കെ ഡ്രോ ചെയ്യാനാണ്. നമുക്കിവിടെ മെയിനായിട്ട് 3 പെൻസാണ് വരുന്നത്. ഒന്ന് പെൻസില്, പെന്ന്, ഹൈലൈറ്റർ. ഇതുകൂടാതെ നമുക്ക് വേറെ ഏതെങ്കിലും കളേഴ്സിലുള്ള പെന്ന് അല്ലെങ്കിൽ ഹൈലൈറ്റർ അല്ലെങ്കിൽ പെന്ന് ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യാം. ആഡ് പെൻ പറഞ്ഞ ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പെൻസിലാണ് പുതിയത് ആഡ് ചെയ്യേണ്ടെങ്കിൽ പെൻസിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കളർ സെലക്ട് ചെയ്യാം. അതുപോലെ അതിൻ്റെ തിക്നെസ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു പുതിയ പെൻസിൽ ആഡ് ചെയ്തു. അപ്പോൾ ഇതുപോലെ പുതിയൊരു പെന്ന് ആഡ് ചെയ്യാം, ഹൈലൈറ്ററൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ ഇറേസർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡ്രോ ചെയ്തതിന് ശേഷം ഇറേസർ യൂസ് ചെയ്തിട്ട് നമുക്കത് ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ വരുന്ന ഓപ്ഷനാണ് ഇങ്ക് ടു ഷേപ്പ് പറയുന്നത്. അതായത് നമ്മൾ കൈയും കൊണ്ട് വരച്ച ഈ ഒരു പിക്ചറിനെ കറക്റ്റ് അതിൻ്റെ ഷേപ്പിലോട്ട് അത് ഡ്രോ ചെയ്യും. അതാണ് ഇങ്ക് ടു ഡ്രോ ഷേപ്പ് വരുന്നത്. അതിലോട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ വരുന്നത് ഇങ്ക് ടു മാക്സ് ആണ്. ഇങ്ക് ടു മാക്സ് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇക്വേഷൻ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഒരു ഇക്വേഷനിലൂടെ കൊണ്ടുവരും. അപ്പോൾ ജസ്റ്റ് നോക്കാം. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഡിവിഷൻ എന്തെങ്കിലും മെത്തേഡ് നോക്കാം. അപ്പോൾ ഞാനിവിടെ എ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്നങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻസേർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ ആ ഒരു ഇക്വേഷൻ കറക്റ്റായിട്ട് വരും. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് കൂട്ടുക കുറക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതിനനുസരിച്ച് ആ ഒരു ഇക്വേഷൻ അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഡ്രോയിൽ വരുന്നത് ഇങ്ക് ടു മാക്സ്. ഇപ്പോൾ ഇത് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണെങ്കിലും നമുക്ക് ഡ്രോ ചെയ്തിട്ട് അത് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രോ ടാബിനകത്ത് വരുന്ന ഫീച്ചേഴ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സൽ ഷീറ്റിനകത്ത് ഐക്കൺസ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ഐക്കൺസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഷേപ്പ് ആഡ് ചെയ്ത പോലെ തന്നെ ഐക്കൺസും ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഐക്കൺസ് വരും. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നമുക്ക് ഈ സൈഡിൽ കാണാം, ഓരോ ഡിവിഷൻസ് ആയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് അനിമൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനിമൽസിൻ്റെ ഐക്കൺസ് നമുക്കിവിടെ കാണിക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്യാം. ഇത് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഐക്കണ് ഇതിനകത്ത് വരുന്നതായിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഐക്കണ് കസ്റ്റമൈസ് ചെയ്യാം. അതായത് അതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം, അതുപോലെ അതിൻ്റെ സൈസൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചേഞ്ച് ടു ഗ്രാഫിക് ഉണ്ട്, കൺവേർട്ട് ടു ഷേപ്പ് ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിൻ്റെ കസ്റ്റമൈസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഒരു ഐക്കണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ഞാൻ ഒരു ഐക്കൺ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസേർട്ടിനകത്ത് ഐക്കൺസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഐക്കണിൽ 1 or 2 പിക്ചർ വരുന്ന ഒരു ഐക്കൺ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എൻഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ നമുക്ക് സെലക്ട് ചെയ്യാം.
ഇൻസേർട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ ഒരു ടൂൾ നമുക്കിവിടെ ഇൻസേർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും പറയുന്നത് ഒറ്റ പിക്ചറാണ്, ഒറ്റ ഐക്കണാണ്. അപ്പോൾ ഇതിന് നമുക്കങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കൺവേർട്ട് ടു ഷേപ്പ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു ഷേപ്പ് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് പിക്ചറായിട്ട് കിട്ടും. അപ്പം ഇത് പറയുന്നത് ഒരു ഐക്കണ്, അതുപോലെ ഇത് പറയുന്നത് വേറൊരു ഐക്കണായിട്ട് കിട്ടും. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നൂൺ ഇൻഫോടെക്കിന്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമ്മൾ പഠിച്ച ഈ ഒരു ട്യൂട്ടോറിയലിന്റെ സമ്മറി പേജാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് മാക്രോസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മാക്രോസ് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് ടാസ്കിനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് റൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മാക്രോസ് റെക്കോർഡ് ചെയ്യാം. അതുപോലെ 3 രീതിയിൽ അത് റൺ ചെയ്യാവുന്നതാണ്. ഒന്ന് ഷേപ്സ് യൂസ് ചെയ്ത് റൺ ചെയ്യാം, പിന്നെ ഒന്ന് ബട്ടൺസ് വെച്ച് റൺ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മാക്രോസ് റൺ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഡ്രോ ടാബിനെ കുറിച്ചിട്ടാണ്. അതിനകത്ത് നമുക്ക് പിക്ചേഴ്സ് എങ്ങനെ ഡ്രോ ചെയ്യാം, അതുപോലെ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ ഡ്രോ ചെയ്തിട്ട് നമ്മുടെ എക്സലിലോട്ട് കൊണ്ടുവരാമെന്ന് പഠിച്ചു. പിന്നെ പഠിച്ചത് ഐക്കൺ ആണ്. അപ്പോൾ ഐക്കൺ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം, ഐക്കണിനകത്ത് ഒറ്റ ഐക്കണിൽ തന്നെ നമ്മളെങ്ങനെ 2 ഐക്കണായിട്ട് കൺവേർട്ട് ചെയ്തു, ഇതൊക്കെയാണ് ഈ ഒരു ട്യൂട്ടോറിയലിനകത്ത് നമ്മൾ പഠിച്ചത്.